ഹായ്, ഞാൻ നിങ്ങളെപ്പോലെ NITയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ആൻഡ് ഡോണ്ട് ഗെറ്റ് മീ റോങ്, കുറേ വെബ്സൈറ്റ്സ് ആൻഡ് ആപ്സ് ആൾറെഡി ഉണ്ട് വിച്ച് മേക്സ് ദ ലൈവ്സ് ഓഫ് NITCians ഈസിയർ. ബട്ട് ഓരോ ആവശ്യത്തിനും ഓരോ വെബ്സൈറ്റിൽ കയറി നോക്കേണ്ടി വരുന്നത് കുറച്ച് ബോറിംഗ് ആണ്. സോ ഏകദേശം 4 മാസമായിട്ട് ഞാൻ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പുറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എ സിംഗിൾ സൊല്യൂഷൻ ഫോർ ആൾ നീഡ്സ് ഓഫ് NITCian, RecVerse. ആപ്പ് തുറക്കുമ്പോൾ തന്നെ യു ആർ പ്രസൻറ്റഡ് വിത്ത് എവറിത്തിങ് യു നീഡ് ഫോർ യുവർ ഡേ. നിങ്ങൾക്ക് ആ ദിവസത്തിൽ ഏതൊക്കെ ലെക്ചേഴ്സാണ് വരാൻ പോകുന്നത്, നിങ്ങൾ ഭക്ഷണം ഇപ്പോൾ അടുത്ത് എന്താണ് കഴിക്കാൻ പോകുന്നത്, ബസ്സുകളെ പറ്റിയും കണക്ടിവിറ്റിയെ പറ്റിയും കുറേ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ആപ്പാണിത്. ഞാൻ സമയം കളഞ്ഞില്ല, കാര്യത്തിലേക്ക് പെട്ടെന്ന് കളയാം. നമുക്കെന്നാൽ ഈ ആപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇറ്റ്സ് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻസ് അലോ ചെയ്യുക. ആൻഡ് NITC ഇമേജിന് മാത്രമേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ചൂസ് വാട്ട് എവർ ഈസ് യുവർ ഓപ്ഷൻ. പക്ഷേ ഐ വുഡ് ഗോ വിത്ത് സൈൻ ഇൻ വിത്ത് ഇമെയിൽ. ആൻഡ് എൻ്റെ ഇമെയിൽ അയക്കുന്നു. ആൻഡ് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് കോഡ് വരേണ്ടതാണ്. ഞാൻ എൻ്റെ മെയിൽ എടുത്ത് നോക്കിയാൽ 251557 251557. ആൻഡ് അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലൊക്കേഷൻ പെർമിഷൻ ഇപ്പോൾ അലോ ചെയ്യണമെന്നില്ല. ഞാൻ പറയാം എന്തുകൊണ്ടാണ് ലൊക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് അറിയാം. ഒബിയസ്ലി പ്രൈവസി ഫോക്കസ് ആയിട്ടുള്ളവർക്ക് ലൊക്കേഷൻ കൊടുക്കുന്നത് കുറച്ച് സസ്സാണല്ലോ. ബട്ട് നോ നീഡ്. നമ്മളിപ്പോൾ ഡിനൈ ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയാം. ഞാൻ എൻ്റെ DMS എടുത്തു. ആൻഡ് ഞാനിപ്പോൾ ടൈം ടേബിൾ സെറ്റപ്പ് ചെയ്യുന്നില്ല, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്ന സ്ക്രീൻ. ഭയങ്കര എംറ്റിയാണ്, ഐ നോ, ബട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ആൾ ലെക്ചേഴ്സ് ടൈം ടേബിൾ അത് തന്നെ കാണിച്ചു തരാം. അത് ഇപ്പോൾ ഭയങ്കര എംറ്റിയാണ്, കാരണം നമ്മൾ ഒരു ഗ്രൂപ്പിലും കയറിയിട്ടില്ല. നമ്മളെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ്സിലൂടെയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ക്രിയേറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ക്ലാസ് CS01 ആണ്. ആൻഡ് ഇപ്പോൾ ആഫ്റ്റർനൂൺ സ്ലോട്ടാണ്, സോ ഞാൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് മാനേജ് കോഴ്സസ് അടിക്കുക. ഓക്കെ, ഞാൻ ഇതിനകത്ത് കോഴ്സസ് ആഡ് ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ ടൈം ടേബിൾ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ലോട്ട് സിസ്റ്റം ആക്ച്വലി ഈ ആപ്പിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. സോ നിങ്ങൾ ഓരോ വീക്ക് ഡേയ്സിൽ എവിടെയൊക്കെ കോഴ്സ് വെക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. സോ ഇതിൽ ആഡ് കോഴ്സ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈം ടേബിൾ ഇവിടെ എത്തി വെച്ചിട്ടുണ്ട്. ഞാൻ കമ്പൈലർ ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സ് ആഡ് ചെയ്യാൻ പോവാം. ആൻഡ് അത് S5 BTech ആണ്. ആൻഡ് കോഴ്സ് നെയിം കമ്പൈലർ ഡിസൈൻ, കോഴ്സ് കോഡ് CS3002E. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ലോട്ട്, ആൻഡ് ഇത് കാണുന്ന കൂട്ട് ആഫ്റ്റർനൂൺ സ്ലോട്ട് A2 ആണ്. സോ ഞാൻ A2 ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് ആഡ് ചെയ്യുന്നു. കമ്പൈലർ ഡിസൈൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള സ്ലോട്ട്സും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ 3 കോഴ്സുകളും ആഡ് ചെയ്തിട്ടുണ്ട്, CS01 കമ്പൈൻഡ് ആയിട്ടുള്ള. ആൻഡ് നൗ ഞാൻ ബാക്ക് അടിക്കുന്നു. ആൻഡ് എൻ്റെ ടൈം ടേബിൾ പോയി നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ജനറേറ്റഡ് ആയിട്ടുണ്ട്. ബേസിക്കലി ഓരോ ഡേയിലും ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്ന് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ CS01 പക്ഷേ എനിക്കൊരു ഹ്യൂമാനിറ്റീസ് കോഴ്സ് ഉണ്ട്. അത് ആക്ച്വലി CS01 എല്ലാവർക്കും സെയിം കോഴ്സല്ല ഉള്ളത്, എനിക്ക് മാത്രമേ ഉള്ളത്. അത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ കോഴ്സാണ്. അപ്പോൾ അതിപ്പോൾ എന്ത് ചെയ്യും? അതിനായിട്ട് നമ്മൾ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ആൻഡ് അതിൽ കോഴ്സ് ആഡ് ചെയ്യുന്നു, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് സ്ലോട്ട് D2. ഇപ്പോൾ ഞാൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആഡ് ചെയ്തു. അതിൻ്റെ ഇപ്പോഴത്തെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി എനിക്കിപ്പോൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ CS01 അതിന് കോമൺ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും ഇതിനകത്ത് വരും. ആൻഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലുള്ളതുകൊണ്ട് അതിൻ്റെ കോഴ്സും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പോൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ് അല്ല വേറൊരു കോഴ്സാണെങ്കിൽ അവൻ അവൻ്റേതായ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മതി. ഓർ ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇപ്പോൾ ഒരാളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്താൽ മതി. ഇൻവൈറ്റ് കോഡല്ല, ജസ്റ്റ് ഷെയർ ചെയ്താൽ മതി. ആൻഡ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പിൽ കയറുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ബൈ കോഴ്സ് ആൻഡ് ബൈ ഡേറ്റ്, ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ക്ലാസ് ഇല്ല. തിങ്കളാഴ്ച ബൈ ഡേറ്റ് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ മാർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ തിങ്കളാഴ്ച ഫ്യൂച്ചറിലായതുകൊണ്ട് ഞാൻ ഫ്രൈഡേ ഇപ്പോൾ എടുത്തു. ഫ്രൈഡേയിൽ ഞാൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആബ്സെൻ്റ് ആയിരുന്നു. ആൻഡ് കമ്പൈലർ ഡിസൈൻ പ്രസൻ്റ് ആയിരുന്നു. ആൻഡ് ഡിസൈൻ അനാലിസിസ് അൽഗോരിതം പ്രസൻ്റ് ആയിരുന്നു വെച്ചു. നൗ ഞാൻ
ലെക്ചേഴ്സ് എനേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ലൈവ് അറ്റൻഡൻസ് ഇതിനകത്ത് കാണാൻ പറ്റും. ഞാൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരെണ്ണം പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ. ആൻഡ് വൺ ഓഫ് ദ ബിഗ് തിങ്സ് ഓഫ് ദിസ് ആപ്പ് ഈസ് ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്തു ആൻഡ് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോഴ്സസ് ബിലോ 80%. നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സാണ് അറ്റൻഡൻസ് കുറവുള്ളതെന്ന് കാണാൻ പറ്റും. സോ അതാണ് ലെക്ചേഴ്സ് ടൈംടേബിളിൻ്റെ മെയിൻ സാധനം. ആൻഡ് വേറൊരു കാര്യം കൂടി പറയാം, ബൈ കോഴ്സ് നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ലെക്ചേഴ്സ് ടൈംടേബിൾ കഴിഞ്ഞു. ഇനിയാണ് മെസ് മെനു. മെസ് മെനുവിൻ്റെ ഒരു ആൾറെഡി കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആൻഡ് mesmenu.nitc.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഈ ഐഡിയ കറക്റ്റ് പക്ക അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. ബട്ട് അത് ബേസിക്കലി ഇനി എന്താ നമ്മൾ കഴിക്കാൻ പോകുന്നത് അത് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് എടുത്തു നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. സ്നാക്സ് ആണ് ഇപ്പോൾ ഉള്ള ടൈം. ഡിന്നറിൻ്റെ സമയം ആകുമ്പോൾ, സ്നാക്സ് കഴിഞ്ഞ് ഡിന്നർ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഈ മെനുവിൽ ഡിന്നർ എന്തൊക്കെയാണെന്ന് കാണാൻ പറ്റും. നൗ ബെസ്റ്റ് ടൈമിങ്സ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് കാണിക്കുന്നില്ല, പക്ഷേ നമുക്ക് പ്രിവ്യൂ ചെയ്യാൻ പറ്റും. എന്ന സമയത്ത് ഇനി വരുന്ന ബസ് ഏതാ, ഇപ്പോഴത്തെ സമയം നോക്കിയിട്ട് ഇനി വരുന്ന ബസ് ഏതാണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ NIT ഇല്ല, അതുകൊണ്ട് എനിക്കിത് കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിക്കാം. ആൻഡ് പുള്ളിക്കാരൻ NIT ഉണ്ട്. നമുക്ക് ആ സംഭാഷണം ഒന്ന് കേട്ട് നോക്കാം. ഹലോ എടാ, നീ ഇപ്പോൾ എവിടാ? ക്യാമ്പസിലുണ്ട്. ഹോസ്റ്റലില്ല? അങ്ങനെയാണല്ലേ. നീ എൻ്റെ റൂമിൻ്റെ വെളിയിലോട്ട് ഒന്ന് പോയിക്കേ. ഇപ്പോൾ അവിടെ ഒരു ബസ് 5 സെക്കൻഡ് വരുന്നു. അയ്യോ, 5. അതെന്താ വെച്ചാലേ ഞാൻ വീട്ടിലാണ്. പക്ഷേ ഞാൻ ഒരു ആപ്പ് ഉണ്ടാക്കി. ആ ആപ്പിലൂടെ ഏത് സമയത്ത് ഏത് ബസ് വരുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതിന്റെ പേരാണ് RecVerse. പക്ഷെ കുഴപ്പമില്ല. ഞാൻ ലിങ്ക് അയച്ചിട്ടേക്കാം. ഓക്കെ, ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. അത് നമ്മുടെ ബെസ്റ്റ് ടൈമിങ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിപ്പോൾ മേലുള്ള ചിപ്സ് ഇല്ലേ, അത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. സോ ഇപ്പോൾ ഞാൻ മെഗാ ബോയ്സ് ഹോസ്റ്റലിൽ ഉള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇപ്പോൾ എടുത്തുകൊണ്ടാണ് എനിക്ക് ആർക്കിടെക്ചറിലോട്ടാണ് ബസ് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ലിസ്റ്റിലുള്ളത് കണക്ടിവിറ്റിയാണ്. നമുക്ക് ഹോസ്റ്റൽ വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാനും ലോഗിൻ ചെയ്യണ്ടേ. ആൻഡ് NIT വൈഫൈ അക്കാഡമിക്കിലും CCD വൈഫൈയിലും ഒക്കെ നമുക്ക് ലോഗിൻ ചെയ്യണമല്ലോ. സോ അത് ഓട്ടോമേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണിത്. ഓക്കെ, നൗ ഇതിനകത്ത് നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുക്കണം. ആൻഡ് കാണിച്ചു തരാം. യൂസർ നെയിം ഇങ്ങനെയാണല്ലോ വൈഫൈ ലോഗിൻ ചെയ്യുന്ന യൂസർ നെയിം. @NITC.ac.in കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നൗ ഒരു വട്ടമേലും ഈ ലോഗൗട്ട് അല്ലെ ലോഗിൻ ക്ലിക്ക് ചെയ്യണം. ഒരു വട്ടം എങ്ങനെയാലും ക്ലിക്ക് ചെയ്യണം, കാരണം ഇല്ലേ ഇത് സേവ് ആവത്തില്ല. ഒരായിട്ടും കൂടി നിങ്ങൾക്ക് അടിക്കേണ്ടി വരും. ആൻഡ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, ഇപ്പോൾ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുമ്പോൾ അതിപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റൂലേ? ആൻഡ് ദ ആൻസർ ഈസ് ആക്ച്വലി നോ. അതിപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളിപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ, ലൈക്ക് ലോഗൗട്ട് ലോഗിൻ ചെയ്യുവാണെങ്കിൽ ഒന്നും യൂസർ നെയിം പാസ്വേഡ് ഇവിടെ വരില്ല. കാരണം അത് നിങ്ങളുടെ ഫോണിൽ ലോക്കലായിട്ട് മാത്രമേ സേവ് ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ ഉപയോഗിക്കത്തില്ല. നൗ ക്ലാസ്സിൽ അലാറംസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിൻ്റെയും ഫസ്റ്റ് ക്ലാസ് ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അലാറത്തിൻ്റെ കൂടെ നിങ്ങളെ ക്ലാസ്സിൽ എത്ര പെർസെൻറ്റേജ് കൂടെ അറ്റൻഡൻസ് ഉണ്ടെന്ന് നോക്കാം. സോ നിങ്ങൾക്ക് അറ്റൻഡൻസ് കുറവാണെങ്കിൽ പോകണം എന്ന് കൂടി പറയും, മനസ്സിലാവല്ലോ. അങ്ങനത്തെ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. പിന്നെ നമുക്കുള്ള കലണ്ടറാണ്. കലണ്ടറിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ്സ്, ഇപ്പോൾ കലണ്ടറിൻ്റെ ഗ്രൂപ്പ്സ് ഉണ്ട്. അത് നോക്കിയാൽ ഇത്രയും ഗ്രൂപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഞാൻ അക്കാഡമിക് കലണ്ടർ വിന്നർ ഞാൻ ഉണ്ടാക്കിയിട്ട് അത് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അത് ചെയ്യാം. ആൻഡ് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരു സാധനമാണ് അഡ്വഞ്ചർ ക്ലബ്. ആൻഡ് അഡ്വഞ്ചർ ക്ലബിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാരെ. നൗ ഞാൻ കലണ്ടറിൽ പോയിട്ട് പുതിയ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ആൻഡ് ഗ്രൂപ്പ് അഡ്വഞ്ചർ ക്ലബ് ആക്കി എടുത്താൽ എനിക്ക് ഇവൻറ്റ് ഫുള്ള് ഭയങ്കര സിമ്പിളായിട്ട് ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഈ അഡ്വഞ്ചർ ക്ലബ്ബ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും എന്തൊക്കെ ഇവൻറ്റ്സ് ആ അഡ്വഞ്ചർ ക്ലബിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അപ്പോൾ എന്താ മീറ്റിംഗ്സ് ഉണ്ടെങ്കിലോ അല്ലെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലോ അതൊക്കെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നൗ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആപ്പ് ആണ് ഷോപ്പിംഗ്. എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ സെല് ചെയ്യുന്നുണ്ട്. കാൽക്കുലേറ്റർ, സൈക്കിള്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ സെല് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൽ വേറൊരു ഭയങ്കര വലിയൊരു മാർക്കറ്റാണ് നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോസ്റ്റൽസിലൊക്കെ കുറേ ആൾക്കാർ സെല് ചെയ്യുന്നുണ്ടല്ലോ. അതിപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഫ്ലഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഉണ്ടെന്ന്, സാധനം ഉണ്ടെന്ന്. സോ അതിനെല്ലാം കൂടി ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഇത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ സെല്ല് കൊടുത്തു ആൻഡ് ഫോട്ടോ ഞാൻ ആഡ് ചെയ്തു. ഞാൻ പേര് കൊടുക്കണം ലെയ്സ് ചിപ്സ്, പ്രൈസ് 19 രൂപ. ആൻഡ് എൻ്റെ നമ്പറും കൂടി കൊടുക്കണം. ഓക്കെ, വാട്സപ്പ് നമ്പറിലൂടെ ആണ് ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നത്. നമ്മൾ പേയ്മെൻ്റ് ഒന്നും ഇതിലൂടെ കൊണ്ടുപോകുന്നില്ല. ആൻഡ് നമുക്കിത് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും.
നൗ ഒരാൾക്ക് ഇപ്പം ഞാനാണിത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല, പക്ഷെ വേറൊരാൾക്ക് ഇവിടെ കോൺടാക്ട് ദ സെല്ലർ അല്ലെ കോൺടാക്ട് ഫോർ ദ ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സാപ്പിൻ്റെ ഒരു ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്താൽ മതി, ഡയറക്റ്റ്ലി അവരുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് തരും. ആൻഡ് അസ് എ സെല്ലർ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാം, മാർക്ക് സോൾഡും കൂടി ചെയ്യാം. സോ ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത് കാണാം, മാർക്ക് സോൾഡായി. നൗ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈസ് ഫീഡ്. ഇപ്പോൾ ഫീഡിൽ ഇപ്പോൾ ഞാൻ ഇത് കാണും ഭയങ്കര എം ടി ആണ്, പക്ഷേ അത് ഫ്യൂച്ചറിൽ ഇൻഷാല്ലാ നിങ്ങളെല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. വൺ ഓഫ് ദ മെയിൻ തിങ്സ് ഈസ് ഇതെല്ലാം ഈ ആപ്പ് റൺ ചെയ്യുന്നത് നിങ്ങൾ കാരണമാണ്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇവൻറ്റ്സ്. ഭയങ്കര സിമ്പിളാണ്. ഒരു പോസ്റ്റർ ആഡ് ചെയ്യുക, ഇവൻ്റ് ടൈറ്റിൽ ആഡ് ചെയ്യുക, ലെക്ചർ, ഇതെല്ലാം എന്തൊക്കെ ടൈപ്പാണെന്ന് ഫുൾ ആഡ് ചെയ്താൽ മതി. ആൻഡ് ഇത് ഈ ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും റിഫ്ലക്റ്റ് ആവുന്നതായിരിക്കും. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് ദ ആപ്പ്. ആൻഡ് പാസ്റ്റിലുള്ള ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഇവൻറ്റ്സ്. നൗ ത്രെഡ്സ് ഈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് എൻ്റെ അഭിപ്രായത്തിൽ. ആൻഡ് ദ ബെസ്റ്റ് യൂസ് കേസ് എനിക്ക് അറിയാൻ പറ്റിയത് ഇതാണ്. പ്രോഷോ എൻട്രി എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റില്ല, ഒരു പരിപാടി തുടങ്ങിയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. NITയുടെ വലിയൊരു പാഠമാണ് ഒരു പരിപാടി തുടങ്ങണമെങ്കിൽ ഒരു അരമണിക്കൂറിൽ കഴിയണം. പക്ഷെ അതിന് നോക്കേണ്ട ആവശ്യമില്ല, കാരണം പരിപാടി തുടങ്ങിയില്ലയോ എന്ന് ജസ്റ്റ് ഒരു ത്രെഡ് ഇട്ടാൽ മതി. അത് എന്ത് പരിപാടിയാണേലും, മാത്രമല്ല നിങ്ങൾക്ക് എന്ത് സംസാരിക്കുകയാണെങ്കിലും NITയിലുള്ള ആരോട് എന്താണെങ്കിലും ഒരു കോൺവെർസേഷൻ വെക്കാനാണെങ്കിൽ ജസ്റ്റ് ത്രെഡ്സ് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് കലണ്ടർ ആസ് ഐ സെഡ് ബിഫോർ. ആൻഡ് അനദർ വലിയ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. നമ്മുടെ ഇമെയിൽസ് എല്ലാം ലോസ്റ്റ് ഫൗണ്ട്, ലോസ്റ്റ് കീസ്, ലോസ്റ്റ് വാട്ടർ ബോട്ടിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വരാറുണ്ടല്ലോ. സോ അതിനെല്ലാം കൂടെ ഉള്ള പ്ലാറ്റ്ഫോമാണിത്. സോ ദാറ്റ്സ് ബേസിക്കലി ഭയങ്കര സിമ്പിളാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. ഒരു ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഐറ്റം കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്, പ്രറ്റി മച്ച് സ്ട്രേറ്റ് ഫോർവേഡ്. പക്ഷേ ഇത് വർക്ക് ആവണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് വേണം. നിങ്ങൾ കുറേ പേര് ഇത് കയറണം, ജോയിൻ ചെയ്യണം. ആൻഡ് ദാറ്റ്സ് ബേസിക്കലി ഇറ്റ്. ഇങ്ങനൊരു ആപ്പ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ആക്ച്വലി നിങ്ങൾ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. ബിക്കോസ് ആസ് ഐ സൈഡ് ഇതൊരു കമ്മ്യൂണിറ്റി റൺ ആപ്പാണ്. നേരത്തെ ഇപ്പോൾ ഇവൻറ്റ്സും ത്രെഡ്സും എല്ലാം നിങ്ങൾ എഫേർട്ട് ഇട്ടാലേ അത് ആക്ച്വലി വർക്കൗട്ട് ആകുള്ളൂ. സോ ഇഫ് യു ഫൈൻഡ് ദ ആപ്പ് യൂസ്ഫുൾ, ഇപ്പോൾ മെസ്സിൻ്റെ സാധനവും കണക്ടിവിറ്റി, ബെസ്റ്റ് ഷെഡ്യൂൾ, അതെല്ലാം ആണ് ബേസിക് സാധനങ്ങൾ. അതിപ്പോൾ വർക്ക് ആണെങ്കിൽ ഇപ്പോൾ ഒരാളെ കൊണ്ട് പറ്റും, അത് കുഴപ്പമില്ല. അത് ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടമാണെങ്കിൽ, പിന്നെ ഇത് കുറേ ആൾക്കാർക്ക് വരികയാണെങ്കിൽ, ഭയങ്കര ആക്റ്റീവ് ആവുകയാണെങ്കിൽ ആപ്പ് ആക്ച്വലി നൈസ് ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരത്തും കൂടി ഇത് പറയുക, ഹെൽപ്പ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ബേസിക്കലി ഇറ്റ്. താങ്ക് യു.